അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ വീണ്ടും ഒരു നിർണായക സന്ധിയിലേക്ക് നീങ്ങുകയാണ്. മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ഒരു ശാശ്വത സമാധാന കരാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് ഇപ്പോൾ പുതിയ തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നത്. താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ ഒരു സ്ഥിരമായ ഉടമ്പടിയാക്കി മാറ്റാൻ ഇരുപക്ഷവും ശ്രമിക്കുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ചർച്ചകളുടെ ദിശ മാറ്റിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ് ഈ ചർച്ചകളെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടിക്കുന്ന പ്രധാന ഘടകം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ചില കർശന വ്യവസ്ഥകളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമാധാന കരാറിന്റെ ഏറ്റവും പുതിയ കരട് രേഖയിൽ അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ട്രംപ് ആവശ്യപ്പെടുകയായിരുന്നു. മുൻപ് ധാരണയിലെത്തിയ പല കാര്യങ്ങളിലും കൂടുതൽ കർശനമായ നിബന്ധനകൾ ഉൾപ്പെടുത്തണമെന്ന ശാഠ്യം അമേരിക്കൻ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ചർച്ചകളിൽ ഒരു പുതിയ സമവായത്തിലെത്തുന്നതിന് വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ പുതിയ നീക്കത്തോട് വളരെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ കടുത്ത നിബന്ധനകൾ അതേപടി അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്ക വരുത്തിയ മാറ്റങ്ങൾക്ക് മറുപടിയായി സ്വന്തം നിലയ്ക്കുള്ള ഭേദഗതികൾ ഉൾപ്പെടുത്തിയ ഒരു പുതിയ കരട് രേഖ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ദേശീയ താൽപര്യങ്ങളും സുരക്ഷയും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടാതെ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ ഭരണ നേതൃത്വം ഇപ്പോൾ ഉള്ളത്. ഇരു രാജ്യങ്ങളും പരസ്പരം ഭേദഗതികൾ വരുത്തിയ രേഖകൾ നയതന്ത്ര ചാനലുകൾ വഴി നിരന്തരം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോ തവണയും പുതിയ നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നത് ചർച്ചകളുടെ അന്തിമഘട്ടത്തിലേക്കുള്ള യാത്രയ്ക്ക് വേഗത കുറയ്ക്കുന്നു. മാസങ്ങളായി നീണ്ടുനിന്ന സൈനികാക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷമുണ്ടായ വെടിനിർത്തൽ ഇപ്പോഴും വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് തുടരുന്നത്. അതിനെ ഒരു സുരക്ഷിതമായ സമാധാന ഉടമ്പടിയാക്കി മാറ്റുക എന്നത് വലിയൊരു നയതന്ത്ര വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. മേഖലയിലെ സമാധാനം കാക്ഷിക്കുന്ന അന്താരാഷ്ട്ര സമൂഹം വളരെ ഉത്കണ്ഠയോടെയാണ് ഈ ചർച്ചകളെ വീക്ഷിക്കുന്നത്. കാരണം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ശാശ്വത കരാറിന് മാത്രമേ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അസ്ഥിരതയ്ക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ നിന്നും പിന്നോട്ടു പോകാൻ തയ്യാറാകാത്തത് നയതന്ത്രജ്ഞരെ വലയ്ക്കുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ ഏതൊരു നിമിഷത്തിലും തകിടം മറിയാമെന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയം എപ്പോഴും കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങളിൽ അധിഷ്ഠിതമായാണ് എന്ന വിലയിരുത്തലുകൾ ശരിവെക്കുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ. ഇറാന് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി തങ്ങൾക്ക് അനുകൂലമായ കരാർ ഉണ്ടാക്കിയെടുക്കാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ ഈ തന്ത്രം ചർച്ചകൾ കൂടുതൽ സങ്കീർണമാക്കാനേ ഉപകരിക്കൂ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാൽ അവർ ചർച്ചകളിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയേക്കാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്നുള്ള മോചനവും തങ്ങളുടെ ആണവ സൈനിക ശേഷിയുടെ സംരക്ഷണവുമാണ് ഏറ്റവും പ്രധാനം. അമേരിക്ക കൊണ്ടുവരുന്ന പുതിയ വ്യവസ്ഥകൾ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളെ വീണ്ടും ഹനിക്കുന്നതാണെന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഓരോ നീക്കത്തിനും കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് സ്വന്തം ഭേദഗതികൾ അവർ മുന്നോട്ട് വെക്കുന്നത്. തങ്ങളെ ഭീഷണിപ്പെടുത്തി ഒരു കരാറിലും ഒപ്പുവെപ്പിക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. ഈ നയതന്ത്ര വടംവലി കാരണം മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ എപ്പോൾ വേണമെങ്കിലും ലംഘിക്കപ്പെടാമെന്ന ഭീതി ശക്തമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷവും അതിർത്തികളിൽ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ട്. ഔദ്യോഗികമായ ഒരു സമാധാന കരാർ എത്രയും വേഗം യാഥാർത്ഥ്യമായില്ലെങ്കിൽ ഈ വെടിനിർത്തൽ പരാജയപ്പെടുകയും വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് മേഖല നീങ്ങുകയും ചെയ്യും. ഇത് ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ആശ്വാസം നൽകുന്ന ഏക കാര്യം. നേരിട്ടുള്ള ചർച്ചകൾ സാധ്യമല്ലാത്തതിനാൽ മൂന്നാം കക്ഷികളുടെയും മറ്റ് അന്താരാഷ്ട്ര നയതന്ത്ര ചാനലുകളുടെയും സഹായത്തോടെയാണ് ഇപ്പോഴും ആശയവിനിമയം നടക്കുന്നത്. രേഖകളിലെ ഓരോ വരിയും വാക്കും ഇരുപക്ഷവും വളരെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് മറുപടി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ വളരെ സമയമെടുക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും ഈ ചർച്ചകളെ സ്വാധീനിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന് ഇറാന്റെ കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ കൂടെ ഭാഗമാണ്. ഇറാൻ അനുകൂലമായ ഒരു കരാറിൽ ഒപ്പുവെച്ചു എന്ന ചീത്തപ്പേര് ഒഴിവാക്കാൻ ട്രംപ് പരമാവധി ശ്രമിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ചർച്ചകളുടെ അവസാന നിമിഷത്തിൽ കൂടുതൽ കർശനമായ ഉപാധികൾ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം തയ്യാറായത്. എന്നാൽ ഇത് കരാർ തന്നെ ഇല്ലാതാക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഇറാന്റെ ഭാഗത്തും ആഭ്യന്തരമായ സമ്മർദ്ദങ്ങൾ കുറവല്ല. അമേരിക്കയുടെ കടുത്ത നിബന്ധനകൾക്ക് മുന്നിൽ കീഴടങ്ങി എന്നൊരു ധാരണ രാജ്യത്തിനകത്തുണ്ടാകാൻ ഭരണ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. കടുത്ത അമേരിക്കൻ വിരുദ്ധ നിലപാടുള്ള വിഭാഗങ്ങൾ ചർച്ചകളെ തന്നെ എതിർക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കരാറിന് മാത്രമേ ഇറാന് ഔദ്യോഗികമായി അംഗീകാരം നൽകാൻ സാധിക്കൂ. ഇത് ഇറാന്റെ നയതന്ത്ര പ്രതിനിധികൾക്ക് വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നത്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇരുവിഭാഗവും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. അമേരിക്ക തങ്ങളുടെ കർശനമായ വ്യവസ്ഥകളിൽ ചില ഇളവുകൾ വരുത്താനും ഇറാൻ അവരുടെ ചില വാദങ്ങളിൽ മാറ്റം വരുത്താനും തയ്യാറായാൽ മാത്രമേ ഈ ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കൂ. എന്നാൽ പരസ്പരമുള്ള അവിശ്വാസം കാരണം ആരാദ്യം വിട്ടുവീഴ്ച ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാകുന്നു. ഈ ചതുരംഗ കളി ചർച്ചകളെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന വാർത്തകൾ ഈ സമാധാന ശ്രമങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഇരുപക്ഷവും കൈമാറിയ പുതിയ ഭേദഗതികൾക്ക് മേൽ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. നയതന്ത്ര തലത്തിലുള്ള ഈ വലിയ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത് മാത്രമല്ല, മറിച്ച് ആഗോള സമാധാനത്തെയും സാമ്പത്തിക രംഗത്തെയും ബാധിക്കുന്ന ഒന്നാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് വീണ്ടും ഒരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് കാരണമാകും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ഇപ്പോൾ ഒരു കനത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ട്രംപിന്റെ കർശനമായ പുതിയ നിർദ്ദേശങ്ങളും അതിന്മേലുള്ള ഇറാന്റെ കടുത്ത ഭേദഗതികളും ചർച്ചകളെ സങ്കീർണമാക്കിയിരിക്കുന്നു. മാസങ്ങളായുള്ള സംഘർഷത്തിന് ശേഷമുണ്ടായ ഈ സമാധാന അവസരം ഇരു രാജ്യങ്ങളുടെയും പിടിവാശി കാരണം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ലോകം. പ്രധാനപ്പെട്ട പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ തുടരുന്നതിനാൽ ഈ ചർച്ചകളുടെ അന്തിമ ഫലം എന്താകുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ്.